എത്തിയിട്ടുണ്ടായിരുന്നു. വേൾഡിൽ തന്നെ ഫസ്റ്റ് ഫെറാറി തീം പാർക്ക് ആയിരുന്നു യാസ്മാളിൽ 2010 ഓപ്പൺ നേരെ പുതിയ ഷോപ്പായിട്ടുള്ള റീം ഐലൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. ഷംസ് ബൗദ്ധിക് എന്ന് പറഞ്ഞ മാളിലാണ് എദർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പുതിയ ഷോപ്പ് വന്നിട്ടുള്ളത്. വെൽക്കം ബാക്ക്. നമ്മളിതാ ഇമാറാത്തിന്റെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ വെള്ളിയാഴ്ചയായി ജുമാസ്കരിക്കാനായിട്ട് നമ്മളിതാ യുഎയിലെ ഏറ്റവും ബിഗസ്റ്റ് മോസ്ക് ആയിട്ടുള്ള ഷെയ്ഖ് സായിദ് മോസ്കിലേക്കാണ് പോകുന്നത്. നമ്മൾ ഡ്രീം വരുന്നുണ്ട് ഷെയ്ഖ് സായിദ് മോസ്കിൽ പോയി നിസ്കരിക്കാന്നുള്ളത്. അങ്ങനെ ഫൈനലി 4ാമത്തെ ഗേറ്റിൽ നമ്മൾ അകത്തേക്ക് കയറാണ്. പാർക്കിൽ നിന്നും മസ്ജിദിലേക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അത് കാരണം തന്നെ നമ്മൾ ബഗ്ഗി സർവീസ് ഉണ്ട്. ബഗ്ഗി സർവീസും തേടി നമ്മൾ മുന്നോട്ട് നടന്ന് അങ്ങനെ ഫൈനലി ബഗ്ഗി സർവീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 40,000 ആളുകൾക്ക് ഒരേ സമയം നിസ്കരിക്കാൻ പറ്റും. അകത്തും പുറത്തായിട്ട്. അകത്ത് മാത്രമായിട്ട് ഏകദേശം 7,800 ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റും. പള്ളിയിൽ റീച്ച് ചെയ്യുന്നതിന്റെ ഏകദേശം 200 മീറ്റർ മുന്നേ ചെക്ക് പോയിന്റ് ഒക്കെ ഉണ്ട്. സെക്യൂരിറ്റി സ്ട്രിക്ട്ലി ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അകത്ത് വേറെ ക്ലബ് കാറാണ്. ക്ലബ് കാർ നമ്മൾ യൂസ് ചെയ്ത് വീണ്ടും മസ്ജിദിന് തൊട്ടടുത്ത് നമുക്ക് പാർക്ക് ചെയ്ത് നേരെ അകത്ത് കയറാൻ വേണ്ടി പോവാണ്. തൊട്ടടുത്ത് തന്നെ ഷൂറാക്ക് ഉണ്ട്. ഷൂറാക്കിനൊക്കെ ഓരോ നമ്പേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ശേഷം നമ്മൾ മുന്നോട്ട് നടന്നപ്പോൾ അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഗോൾഡ് ഗ്ലാസ് മുസൈക്കും വൈറ്റും മാർബിളും കൊണ്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ള പള്ളിയുടെ ഭംഗി നമ്മൾ ആസ്വദിക്കുന്നത്. ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തതിന് ശേഷം നിസ്കരിക്കാനുള്ള സമയത്തോടുകൂടി അകത്തേക്ക് പോവാണ്. അൽഹംദുലില്ലാ നമുക്ക് റാഹത്തായിട്ട് നിസ്കരിക്കാനൊക്കെ പറ്റിയ ശേഷം പൊന്നൂസ് പുറത്തൊക്കെ നടക്കുന്നുണ്ട്. പുറത്തിറങ്ങുന്ന എല്ലാ എൻട്രൻസിലും ഇതേപോലെ ബോക്സിൽ വെള്ളം വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ഷെയ്ഖ് സായിദിന്റെ ഖബർസ്ഥാനം. അവിടെ പോയി അവിടെ നിന്ന് കണ്ടതിന് ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ദറൽ മന്തിയിൽ പോയിട്ട് നമ്മൾ ഫിഷ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറഞ്ഞ സമയം കൊണ്ട് ഫിഷ് ഒക്കെ ഗ്രിൽ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ഫുഡ് ആയിരുന്നു. ഫുഡും കഴിച്ച് നമ്മൾ നേരെ ഇറങ്ങിയത് യാസ്മാളിലുള്ള ഇക്കാരന്റെ ഷോപ്പിൽ കയറുന്നത്. അൽഹംദുലില്ലാ ഫൈനലി നമ്മൾ റീച്ച് ചെയ്തിട്ടുണ്ട്. ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആയിട്ടുള്ള എല്ലാ ബ്രോസിനും നമ്മൾ ഷെയ്ഖാനെ കൊടുത്ത് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. വാളിന്റെ മറ്റുള്ള ഭാഗങ്ങൾ കാണാണ്ടായതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ നേരെ മാഞ്ചസ്റ്റർ സിറ്റി സ്റ്റോറിന് മുന്നിൽ അതുപോലെ തന്നെ ഫെറാറി വേൾഡിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. വേൾഡിൽ തന്നെ ഫസ്റ്റ് ഫെറാറി തീം പാർക്ക് ആയിരുന്നു യാസ്മാളിൽ 2010 ഓപ്പൺ ആക്കിയത്. അകത്ത് കയറിയപ്പോ മുമ്പ് ചാമ്പ്യൻ ആയിട്ടുള്ള റേസിംഗ് കാറും വിന്റേജ് കാറും കാണാൻ പറ്റി. പിന്നെ പുറത്തിറങ്ങിയപ്പോ യാസ്മാളിന്റെ ഒരു ഫുൾ വ്യൂ ഇവിടുന്ന് പുറത്തുനിന്ന് കാണാൻ പറ്റി. ശേഷം പാച്ചിന്റെ ചോക്ലേറ്റ് വാങ്ങിച്ച് നമ്മൾ നേരെ ഗലറിയ മാൾ പോയിട്ടുണ്ടായിരുന്നു. ഷേക്ക് ഷാക്ക് സ്റ്റോറിൽ പോയിട്ട് കോഫി വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഗലറിയ മാളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നേരെ ഇക്കാരന്റെ പുതിയ ഷോപ്പായിട്ടുള്ള റീം ഐലൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. ഷംസ് ബൗദ്ധിക് എന്ന് പറഞ്ഞ മാളിലാണ് എദർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പുതിയ ഷോപ്പ് വന്നിട്ടുള്ളത്. ലേറ്റ് ആയി വന്ന കാരണം ഷോപ്പ് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നിട്ടാ. നമ്മൾ നേരെ ഇറങ്ങി നമ്മളെ പഴയ ഒരു സുഹൃത്തിനെ കാണാനായിട്ട് പോയി. പിന്നീട് നമ്മൾ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടാ ഫ്രഷ് മിൽക്കിനൊക്കെ 2 ലിറ്ററിന് 10 റിയാലുള്ളൂ. ഖത്തറിലെ പ്രൈസ് വെച്ച് നോക്കണമെങ്കിൽ പാലിന് വില കുറവാണെങ്കിൽ കുബൂസിന് വില കൂടുതലാണ്. നമുക്ക് ഏകദേശം 13 റിയാലോളായി. ഇന്നത്തെ കാഴ്ചകൾ ഈ രീതിയിലൊക്കെ ആയിരുന്നു. അപ്പൊ സീ യു ബൈ.